പിണറായി വിജയന്റെ മുഖം വൈറ്റ് വാഷ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം വലിയ തകൃതിയായിട്ട് PR ക്യാമ്പയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളായിരുന്നു ശരി സഖാവേ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം പലരും സോഷ്യൽ മീഡിയയിൽ സഖാക്കളൊക്കെ VD സതീശനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറേയധികം പോസ്റ്ററുകളൊക്കെ ഇറക്കുന്നത്. വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് രക്ഷാപ്രവർത്തകർ കൃത്യമായിട്ട് ക്യാമ്പുകളിൽ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ പറ്റിയില്ല, പ്രളയം പല സ്ഥലങ്ങളിലും ഉണ്ടായി, ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു, വീടുകളൊക്കെ വെള്ളം ഒഴുകി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കുറ്റപ്പെടുത്തലുകൾ നടക്കുന്നത്. നിങ്ങളായിരുന്നു ശരി സഖാവേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി പറയുന്നത്. നമുക്കറിയാം 2019 പിണറായി വിജയൻ എന്തിനായിരുന്നു നെതർലാൻഡ്സിൽ പോയത്? റൂം ഫോർ ദ റിവർ പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. 8 വർഷം കാലയളവർക്കുണ്ടായി. എന്നിട്ടും പ്രാഥമികമായിട്ടുള്ള ഒരു സംഗതിയും ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. പക്ഷേ ഈ സഖാക്കൾ ആരും ചോദിക്കുന്നില്ല, എവിടെ പോയി സഖാവെ ഈ റൂം ഫോർ ദ റിവർ പദ്ധതി? അതിനു വേണ്ടിയിട്ട് എത്രമാത്രം അഴിമതിയാണ് സഖാവെ നിങ്ങൾ നടത്തിയതെന്ന് ഒരു സഖാവും ചോദിക്കുന്നില്ല. അതായത് പിണറായി വിജയൻ വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന നേതാവാണെന്ന് സാധാരണ CPM അണികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അന്ന് റൂം ഫോർ റിവർ പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമായിരുന്നില്ല. അത്ര വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഒഴിഞ്ഞു പോകാനുള്ള നദികളുണ്ട്. ആ നദികൾ കൃത്യമായി ആഴം കൂട്ടി അതിലെ മണ്ണെടുത്ത് കൃത്യമായി മണൽ വാരി അതിൻ്റെ 2 ഭാഗത്തുള്ള കെട്ടിയുണ്ടാക്കി കൃത്യമായി ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ, അന്ന് പിണറായി വിജയൻ പറഞ്ഞ പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് വെള്ളപ്പൊക്കമേ ഇല്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെ കേരളം മുഴുവൻ ഒരു മഴ പെയ്താൽ വെള്ളം പൊങ്ങുന്ന സ്ഥലമായി മാറ്റിയതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. അതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് പിണറായി വിജയൻ അടിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് യാത്ര ചെയ്യാൻ എത്ര കോടി രൂപ ചിലവഴിക്കി. എന്നിട്ട് അതിനൊരു പേരിട്ടു, ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന നേട്ടം വലുതാണ്. കുട്ടനാടിലേക്ക് ഇനി വെള്ളം കയറില്ല. കുട്ടനാടിൻ്റെ പ്രത്യേകത എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും താഴെ തട്ടിൽ കിടക്കുന്ന താഴത്തായിട്ടാണ് ഈ കുട്ടനാട് കിടക്കുന്നത്. സ്പിൽവേ വഴിയുള്ള വെള്ളം നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ്. കുട്ടനാടിൽ വെള്ളം നിയന്ത്രിക്കാൻ വേണ്ടി ഈ റൂം ഫോർ റിവർ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത്. ഒരൊറ്റ മഴയ്ക്ക് ഇപ്പോൾ പമ്പയിൽ ആദ്യം നടപ്പിലാക്കുന്ന പമ്പയിൽ അടക്കം ഏറ്റവും പ്രധാനം കുട്ടനാടായിരുന്നു. ഒരൊറ്റ മഴയ്ക്ക് ഇപ്പം എന്തായി? പത്തനംതിട്ടയും ആലപ്പുഴയൊക്കെ പണ്ടത്തേക്കാൾ വളരെ ശക്തമായ രൂപത്തിൽ വെള്ളം കയറി. അതിന് കാരണം ഈ ഒറ്റ നദികളിൽ നിന്ന് പോലും കൃത്യമായിട്ട് ശുചീകരണ പ്രവർത്തനം നടത്തിയിട്ടില്ല. അതോടൊപ്പം അവിടുത്തെ മണൽ വാരിയിട്ടില്ല. കുന്നുകൂടിയ അവിടെ കല്ലുകളും മണ്ണുകളും നിറഞ്ഞു നിൽക്കുന്ന ചളിയും വാരിയിട്ടില്ല. ഇതുകൊണ്ടാണ്. ഇതിന് ശാസ്ത്രീയമായൊരു ഏർപ്പാട് ചെയ്തിരുന്നെങ്കിൽ അത് വലിയ നേട്ടമായി മാറിയിരുന്നേനെ. ഈ നദികളെല്ലാം തന്നെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ശുദ്ധജലം കിട്ടുന്ന സ്ഥലങ്ങളായി മാറും. അത് എന്തിനു ഉപയോഗിക്കാൻ പറ്റും? നമ്മൾ കുടിക്കാനുള്ള വെള്ളം ശുദ്ധീകരിച്ചെടുക്കാനുള്ള സംവിധാനത്തിന് പറ്റും. പകരം രോഗാണുക്കൾ വഹിക്കുന്ന അതിൽ അണുബോംബിനേക്കാൾ ഭീകരമായ ഒരു സംഭവമായി മാറി കേരളത്തിലെ നദികൾ. അതിന് കാരണം ഇതാണ്. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ഈ ചളി, അതേപോലെ അഴുക്കുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കേരളത്തിലെ നദികളിൽ കിടക്കുന്നത്. പമ്പാ നദിയിലേക്കൊക്കെ ശബരിമലയിൽ പോകുന്ന ആൾക്കാരൊക്കെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലുള്ള സാധനങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. ആ മാലിന്യങ്ങൾ വന്ന് ആ നദി നശിച്ചു. അവിടെ പ്രകൃതിയിലെ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടു. ഒരു ഏരിയയിലെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ പ്രകൃതിക്ക് ക്ഷോഭം ഉണ്ടാവുന്നത്. അവിടെ ചൂട് കൂടും. ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചൂട് കാലത്ത് ഭയങ്കര ചൂടായിരിക്കും, മഴക്കാലത്തോ കനത്ത മഴയായിരിക്കും. അതാണ് അവിടെ നടന്നിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം വന്നു. ഇതിനൊക്കെ കാരണക്കാരൻ ആരാണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന 10 വർഷം കേരളത്തെ ഭരിച്ചു മുടിച്ച പെരുങ്കള്ളനായ ഒരു ഭരണാധികാരിയുടെ കഴിവുകേടാണ്. കഴിവുകേടല്ല, അധികം തട്ടിപ്പിലൂടെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമുണ്ടാക്കിയതാണ് ഇത് സത്യം. ഭരിക്കാനറിയില്ല, അതോടൊപ്പം കടക്കാനറിയാം, വാ തുറന്ന കള്ളം പറയാനറിയാം, ആളുകളെ പറ്റിക്കാനറിയാം. ഓരോ പദ്ധതികൾ പറഞ്ഞ് ആളെ പറ്റിച്ചു എന്നല്ലാതെ എന്ത് കാര്യം അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ VD സതീശൻ ചെയ്തെന്താണ്? മഴ പെയ്തപ്പോൾ അദ്ദേഹം ആ സ്ഥലത്ത് പോയി നേരിട്ട് അദ്ദേഹം സന്ദർശിച്ചു. പിണറായി വിജയൻ അങ്ങനെ എവിടെയും പോയി കണ്ടുകണ്ടോ? പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇരുന്നല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ? VD സതീശൻ ഓക്കി വന്നപ്പം പിണറായി വിജയൻ മത്സ്യത്തൊഴിലാളികളെ കാണാൻ ഭയന്നു പോയില്ല, അടി കിട്ടുമെന്ന് ഭയന്നിട്ട് അല്ല പോയി. അവിടുന്ന് ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. അടി കൊള്ളാതെ രക്ഷപ്പെട്ടത്. കാരണം അവിടെ തിരിഞ്ഞു നോക്കിയില്ല ആ സമയത്ത്. പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അവിടുത്തെ മത്സ്യത്തോളെ പങ്കായവും അതേപോലുള്ള വടികളും കുന്തവുമായിട്ട് വരികയും
ജീവനും കൊണ്ടിട്ട് വേറൊരു മന്ത്രിന്റെ ചന്ദ്രശേഖർ മന്ത്രിയുടെ കാറ് കയറിയിട്ടാണ് രക്ഷപ്പെട്ടത്. അല്ല, അന്ന് അടി കിട്ടിയായിരുന്നു, അവിടെ കിടക്കായിരുന്നു, പിന്നെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വരുമായിരുന്നു. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ അദ്ദേഹം ഒളിച്ചോടുന്നത്. ഇരട്ടച്ചങ്ങനാണെന്നും പരട്ടച്ചങ്ങനാണെന്ന് പറഞ്ഞിട്ട് ഓരിപ്പിടിച്ച വാളിന്റെ മുന്നിലൂടെ എന്ന യാത്ര എന്ന് പറയുന്ന പിണറായി വിജയൻ ജീവനം കൊണ്ട് ഓടിയ രംഗം നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഈ കേരളത്തെ നശിപ്പിച്ച, കേരളത്തിലെ ജനങ്ങളെ ഒരു തരത്തിലും സ്നേഹിക്കാത്ത, പരിസ്ഥിതിയെ സ്നേഹിക്കാത്ത, പ്രകൃതിയെ സ്നേഹിക്കാത്ത ഒരു ഭീകരനായ ഒരു മനുഷ്യനായിരുന്നു പിണറായി വിജയൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ പറഞ്ഞതാണ് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നമുക്ക് പ്രളയത്തെ അതിജീവിക്കാൻ എളുപ്പമാണ്, പക്ഷെ CPM-കാരുടെ ഈ പ്രചരണത്തെ അതിജീവിക്കാൻ വളരെ പ്രയാസമാണെന്നുള്ളത്. അതായത് PR വർക്ക് കൊണ്ട് മാത്രമാണ് ഇവിടെ എല്ലാം രക്ഷപ്പെടാൻ പോകുന്നതെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഏറ്റവും അധികം PR വർക്ക് ചെയ്തത് ആരാണ്? CPM അല്ലേ. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള പിണറായി വിജയന്റെ വലിയ ബോർഡ്, LDF അല്ലാതെ മറ്റൊന്നുണ്ട് പറഞ്ഞ് പിണറായി വിജയന്റെ വളിച്ച മുഖം കണ്ടിട്ട് ആ വലിയ ബോർഡ് ഇത് കണ്ടിട്ടല്ലേ ആൾക്കാർ അറപ്പും വെറുപ്പോട് കൂടിയിട്ട് തിരിച്ചു കുത്തിയത്. അതിനർത്ഥം എന്താണ്? CPM-ന്റെ സാധാരണ അണികളൊക്കെ മുമ്പ് വഞ്ചിക്കപ്പെടാറുണ്ടായി. പിണറായി വിജയൻ പറയുന്ന കള്ളങ്ങൾ കേട്ട് വിശ്വസിച്ച് ഒരു കാലഘട്ടത്തിൽ നിന്നിരുന്നു. പക്ഷേ ഈ കാലഘട്ടം മാറി. ഇവർ പറയുന്ന കള്ളങ്ങളൊന്നും തന്നെ ഇപ്പോൾ സാധാരണ CPM-കാർ വിശ്വസിക്കുന്നില്ല. ഒരു വിഭാഗം ആളുകൾക്ക് പൈസ കൊടുത്ത് എന്തും കുറേ PR വർക്ക് ചെയ്ത് കുറേ പ്രചരണം ഉണ്ടാക്കിയോണ്ട് മാത്രം ഒരു മണ്ണാങ്കട്ടിയും ഉണ്ടാകാൻ പോകുന്നില്ല. പിണറായി വിജയൻ എന്തായിരുന്നു എന്നും VD സതീഷ് എന്താണെന്നും നേരിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. 41 വണ്ടി പോലീസിന് സഹായത്തോടെ ജനങ്ങളുമായി ഒന്ന് നേരിട്ട് കാണുക പോലും ഇല്ലാത്ത പിണറായി വിജയനും ആർക്ക് വേണമെങ്കിലും കാണാമെന്നുള്ള അവസ്ഥയിൽ ആയിരക്കണക്കിന് ആളുകൾ വീട്ടിലും അതേപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചെന്ന് VD സതീശൻ നേരിട്ട് കാണുന്ന രംഗവും നമ്മൾ കാണുകയാണ്. ഇവിടെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയമുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം നേരിട്ട് പോയി ഓരോരുത്തരെയും കണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ച് ഓൺ ദ സ്പോട്ടാണ് പരിഹാരം. ഇവിടെ ഒരു ആശാവർക്കന്മാർ സമരം ഉണ്ടായി, ഒരു കൊല്ലക്കാലം സമരം ചെയ്തു. എന്തെങ്കിലും പിണറായി വിജയൻ ചെയ്തോ? അതേ സമയത്ത് ഈ വെള്ളപ്പൊക്കമുണ്ടായ ആളുകൾക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപ ഓൺ ദ സ്പോട്ടാണ് പ്രഖ്യാപിച്ചത്. 6 ലക്ഷം രൂപ ഏകദേശം താഴെയുള്ള ആൾക്കാർക്ക്, ശുചീകരണത്തിന് 10,000 രൂപ ഓൺ ദ സ്പോട്ട് കൊടുക്കാനുള്ള ഓർഡറാണ്. ഇത് ആരെങ്കിലും ഇത്രയും കാലമായിട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള ഭരണത്തെക്കുറിച്ച്, അവിടെ VD സതീഷിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നേരിട്ട് ബോധ്യപ്പെടുകയാണ്. ഇതിനൊക്കെ കാരണം എന്താണ്? ഈ പെട്ടെന്നുണ്ടായ ഉണ്ടായുള്ള വെള്ളപ്പൊക്കത്തിൽ ഇത്രയധികം വെള്ളപ്പൊക്കം ഉണ്ടാവാൻ കാരണം ഈ നദികളൊന്നും ശുചീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അതിലെ മണ്ണെടുക്കാത്തത് കൊണ്ട് കെട്ടിക്കിടക്കുന്ന ചളിയും മണലും വാരിയിരുന്നെങ്കിൽ ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഒഴുക്കില്ലാതെ വെള്ളം പെട്ടെന്ന്. ഇവിടെ വേറൊരു ചോദ്യം നിൽക്കുകയാണ്, അവസാനത്തൊരു ചോദ്യം. ഈ പ്രളയത്തിന് മുന്നോടിയായിട്ട്, മഴക്കാലത്തിന് മുന്നോടിയായിട്ട് നടത്തേണ്ട ദുരിതാശ്വാസ ഈ മറ്റ് പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ, അത് എത്ര മാസങ്ങൾക്ക് മുമ്പേ ചെയ്യണം? അത് വെറും 2 മാസം 3 മാസങ്ങൾക്ക് മുമ്പ് മാത്രം ചെയ്താൽ മതിയോ? അത് ഏതാണ്ട് ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പേ ചെയ്യേണ്ട നടപടിക്രമങ്ങളല്ലേ? ആ ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും കുറ്റക്കാരാരാണ്? CPM ആണ്. ഇവര് അധികാരത്തിൽ വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പരിമിതി ഉണ്ട്. ഇത് 10 വർഷമായി ചെയ്യാത്തൊരു കാര്യമാണ് ഇന്നിപ്പോൾ എഴുന്നള്ളിക്കുന്നത്. 10 വർഷമായി ഇത് പിണറായി വിജയൻ ചെയ്തിരുന്നു. നെതർലാൻഡ്സിൽ പോയിട്ട് അവിടെ നിന്നെല്ലാം പഠിച്ച് ഇവിടെ എല്ലാം ക്ലിയർ ആണ് എന്ന് പ്രഖ്യാപിച്ച ഒരു സ്വർഗരാജ്യം ഉണ്ടാക്കാൻ പോവുകയാണ് കേരളത്തെ. ഇനി കേരളത്തിൽ ഒരു തരത്തിലും പ്രളയം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ബാധിക്കില്ല എന്നാണ് 2019 പറഞ്ഞത്. 2019 കഴിഞ്ഞിട്ട് ഈ നദികളിലൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയി? ഭാരതപ്പുഴയിൽ കൂടെ ഒഴുകിപ്പോയി, നമ്മുടെ പെരിയാറിലൂടെ ഒഴുകിപ്പോയി, മീനച്ചലാറിലൂടെ കൂടെ ഒഴുകിപ്പോയി, ചന്ദ്രഗിരി പുഴയിൽ കൂടെ ഒഴുകിപ്പോയി. ഈ പുഴയ്ക്ക് യാതൊരു മാറ്റവും വെള്ളം മഴ പെയ്ത വെള്ളം ഒഴുകും. പക്ഷെ അതിലുള്ള ചളിയും മണ്ണും മണലും എല്ലാം വാരി കൂട്ടി എടുത്തിട്ടില്ല. മാത്രമല്ല കെട്ടിക്കിടക്കുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് നാളത്തേക്ക് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുകയാണ്. ചൂട് കൂടുകയാണ്, വെള്ളത്തിനടിയിലേക്ക് സൂര്യപ്രകാശം എത്തുന്നില്ല. അങ്ങനെ ടൺ കണക്കിന് മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് കേരളത്തിന്റെ പരിസ്ഥിതി തന്നെ അട്ടിമറിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദി ആരാണ്? ഈ പിണറായി വിജയനാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഇതാണ് യഥാർത്ഥത്തിൽ കള്ളൻ. അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ശുദ്ധനാണെന്ന് പറഞ്ഞാൽ കള്ളനല്ലാതെ ആവോ? അതിന് ഇവിടെ ഈ ഭരണം വന്ന ശേഷം അവരിപ്പം ഭരണം തുടങ്ങിയിട്ടുള്ളൂ, അവരെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കണ്ണിൽ നേരിട്ട് കണ്ടുള്ള കാര്യങ്ങൾ പ്രകാരം അദ്ദേഹം നേരിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് സഹായധനം പ്രഖ്യാപിച്ചിരിക്കുന്നു. ബാക്കി നടപടിക്രമങ്ങൾ ചെയ്യുമോ ഇല്ലയോ നോക്കിയിട്ട് വേണം നമ്മൾ വിമർശിക്കാൻ.